ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ നല്ല സൂപ്പർ മഴയല്ലേ. അപ്പം നമ്മൾ ഒരാഴ്ച മുമ്പ് വരെ ഭയങ്കര ചൂട്, വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കൈയൊക്കെ പൊള്ളുന്ന രീതിയിൽ ഗ്ലൗസും ഫുൾ കൈ ഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് നമുക്ക് ഹെൽമെറ്റൊക്കെ വെച്ചുകൊണ്ടല്ലാതെ നമുക്ക് വെയിലത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല കണ്ടീഷനായിരുന്നു. ഒരു 12 മണി 1 മണി മുതൽ ഒരു 4 മണി വരെ അല്ലയോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ നല്ല രീതിയിലുള്ള മഴ വരുന്നുണ്ട്. 2 ദിവസം കൊണ്ട് നല്ല രീതിയിലുള്ള മഴ. ഇനി ഒരു 2 മാസം കൂടെ പെയ്യട്ടെ എന്നൊക്കെ പറയാൻ വേണം. പക്ഷേ ഈ 2 മാസമൊക്കെ അടുപ്പിച്ച് നിന്ന് പെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇത്രയും നാൾ നമ്മൾ വെയിലിനെ ഒരുപാട് അങ്ങ് ശപിച്ചായിരുന്നു. ദൈവമേ, ഇതെന്തൊരു സൂര്യനാണ് ഇങ്ങനെ കത്തിച്ച്, സൂര്യനങ്ങ് സൂര്യനെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് എങ്കിലും അണച്ചു കളയാന്നൊക്കെ വിചാരിച്ചൊക്കെ ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല, എന്നാലും നമുക്കത് ഒരു പറയാലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ നല്ല രീതിയിലുള്ള ഒരു മഴ വന്നിട്ടുണ്ട്. ഈ മഴ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു എന്താ പറയുക, അതിനെക്കൊണ്ടൊരു ശല്യമാവുന്ന ഒരു രീതിയിലോട്ട് നമ്മൾ ഈ നശിച്ച മഴ എന്നൊക്കെ പറയും. അപ്പം നമ്മുടെ എല്ലാവരുടെയും മൈൻഡ്, എൻ്റെയും എല്ലാവരുടെയും മൈൻഡ് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സ്ഥിതി. കുറേ കഴിയുമ്പോഴത്തേക്ക് എന്ത് കാര്യങ്ങളാണ് ഇത് ഓവറായി കഴിഞ്ഞാൽ, മഴയെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഒരു കാലഘട്ടമാണ് മഴക്കാലം എന്ന് പറഞ്ഞാൽ. പക്ഷെ അത് ഒരു ഓവറായി കഴിഞ്ഞാൽ നമുക്ക് അത് സഹിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലോട്ട് പോകും. അതുപോലെ തന്നെ വെയിലും ഓവറായി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല. എല്ലാ കാര്യത്തിലും മനുഷ്യൻ്റെ എല്ലാ ഫീലിങ്സിലും ഇത് തന്നെയാണ് പ്രശ്നം. ഒരു കാര്യം ഓവറായി കഴിഞ്ഞാൽ നമുക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിലോട്ട്. ശരിക്കും ആ ഒരു ജീവിത രീതി തന്നെ നമ്മൾ ഒരുപാട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് എന്തുകൊണ്ടത് അലൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.